നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത് നമ്മള് എല്ലാവരും ചോദിക്കാറുണ്ട് ചിന്തയില്ലാതെ പോകാൻ വേണ്ടിയുള്ളൊരു ഒരു നമ്മൾക്ക് എത്രത്തോളം ചിന്തയില്ലാതെ ഇരിക്കുന്ന അത്രത്തോളം നല്ലതാണ്. നെഗറ്റീവായിട്ടുള്ള ചിന്തയില്ലെങ്കിൽ. അപ്പോൾ മെയിനായിട്ട് എൻ്റെ ഒരു അഭിപ്രായം എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് ചിന്തയില്ലാതെ നമ്മളുടെ ഈ ഒരു പാത്തിൽ നമ്മൾ ഈ ഒരു ലൈഫ് നമ്മൾ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ ജീവിച്ചു പോകണമെങ്കിൽ ഈ മൂന്ന് കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അന്നത്തെ ദിവസം നമ്മുടെ ഒരു ദിവസം എന്ന് പറയുന്നത് ഒരു ജന്മമാണ്. അപ്പോൾ ഒരു ഉറക്കം കഴിഞ്ഞ് എണീറ്റ് കഴിഞ്ഞ് നമുക്ക് എന്താ അടുത്ത ജന്മം കിട്ടിയതിന് തുല്യമാണ് നമ്മൾ ഉറക്കം കഴിഞ്ഞ് എണീക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഒരു ദിവസം നമുക്ക് വേണ്ടത് ഈ ഒരു മൂന്ന് കാര്യങ്ങളാണ്. നമ്മൾ ചിന്തയില്ലാതെ അന്നത്തെ ദിവസം കംപ്ലീറ്റ് ആവണം. ഊർജ്ജസ്വലതയോടെ ഇരിക്കുക, ഏകാഗ്രത, കോൺസെൻട്രേഷനോടുകൂടി പോവുക. കോൺസെൻട്രേഷൻ കംപ്ലീറ്റ് ആയിട്ട് എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നെങ്കിലും ഒറ്റ കോൺസെൻട്രേഷൻ. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കഴിക്കുകയാണെങ്കിൽ കഴിക്കുന്നതിൽ മാത്രമുള്ള ശ്രദ്ധ, വേറെ ഒന്നും നമുക്ക് ചുറ്റുമുള്ള ഒന്നും ശ്രദ്ധിക്കില്ല. ഭക്ഷണത്തിൽ പ്ലേറ്റിലുള്ള ഭക്ഷണ പദാർത്ഥം എന്താണെന്നും പിന്നെ നമ്മൾ ചവച്ചരച്ച് കഴിക്കുന്നു. ഭക്ഷണം ഇപ്പം ചോറാണ് കഴിക്കുന്നെങ്കിൽ ഓരോ മണിയും നമ്മൾ ചവച്ചരച്ച് കഴിക്കുന്നു. അതിലുള്ള കോൺസെൻട്രേഷൻ അതൊറ്റ കോൺസെൻട്രേഷനാണ്. പിന്നെ നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ വെള്ളം നമുക്ക് വയറ്റിലേക്ക് ഇറങ്ങിപ്പോകുമ്പോഴുള്ള ശ്രദ്ധ, നമ്മൾ വെള്ളം കുടിക്കുന്നു, വയറ്റിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ നമുക്ക് ഇവിടെ നിന്നുള്ള ഫീലിംഗ് കിട്ടൂലേ, അപ്പം അത് ശ്രദ്ധിക്കുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അപ്പം പിന്നെ നമ്മൾ നടക്കുന്ന കാര്യമാണെങ്കിൽ നടക്കുമ്പോൾ നമ്മളുടെ കാലുമേൽ കിട്ടുന്ന സ്ട്രെങ്ത്, ആ വോക്കിംഗ് ഏരിയ, അപ്പം നമ്മൾ കംപ്ലീറ്റ് അതിൽ മാത്രമുള്ള ശ്രദ്ധ. പിന്നുള്ളത് ഒരൊറ്റ കോൺസെൻട്രേഷൻ, ഒറ്റ പോയിന്റ് കോൺസെൻട്രേഷൻ. അപ്പൊ അത് ഈ കാര്യങ്ങളും പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സ്ലോ മൂവിങ്. നമ്മൾ ഇപ്പൊ നടക്കണമെങ്കിൽ സ്ലോവിൽ നടക്കുക. നമ്മളിപ്പോ റൂമിൽ അറേഞ്ച് ചെയ്യുമ്പോൾ സ്ലോവിൽ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്ത് കാര്യം നമ്മൾ ചെയ്യുന്നോ അത് സ്ലോ മോഡ് പ്രാക്ടീസ് ചെയ്യാം. അത് കൂട്ടി വരിക. സ്ലോ മോഡ് നമ്മൾ ഇംപ്രൂവ് ചെയ്ത് തരിക. കാരണം ചിന്തയില്ലാതെ കോൺസെൻട്രേഷൻ കൂടുതൽ കിട്ടാനും പ്രസൻസ് ഓഫ് മൈൻഡ് കൂടുതൽ കിട്ടാനും ഒക്കെ നമുക്ക് സ്ലോ മൂവിങ്ങിലാണ് ക്ലാരിറ്റി കൂടുന്നത്. പിന്നെ നമുക്ക് കാംനെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പവറാണ് സ്ലോ മൂവിങ്. അപ്പൊ ഈ സ്ലോ മൂവിങ്, ഏകാഗ്രത, കോൺസെൻട്രേഷൻ, നമ്മുടെ ഊർജ്ജസ്വലത, എന്ത് ചെയ്യാനും മടിയില്ലാതെ അത് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള മനസ്സ്. ഉറക്കത്തിൽ പോലും നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്യാൻ തയ്യാറാണ്. പോവാം, എവിടെയെങ്കിലും പോകണമെങ്കിൽ പോണ കാര്യമാണോ പറയണമെങ്കിൽ പോവാലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണ കാര്യങ്ങൾ പറയണമെങ്കിൽ ചെയ്യാലോ. അത് ഈ മൂന്ന് കാര്യം നമ്മളെ ഊർജ്ജസ്വലതയിലൂടെ ഇരിക്കുന്നത്. കോൺസെൻട്രേഷൻ, ഏകാഗ്രത, കോൺസെൻട്രേഷൻ, സ്ലോ മൂവിങ്. ഈ മൂന്ന് കാര്യമാണ് നമുക്ക് ചിന്തയില്ലാതെ 99% നമുക്ക് ഈ മൂന്ന് കാര്യങ്ങളുണ്ടെങ്കിൽ ചിന്ത ഉണ്ടാവില്ല. അപ്പം അത് എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമെന്ന് തോന്നിയിട്ട് പറഞ്ഞു. മെഡിറ്റേഷൻ ചെയ്യാം, ബ്രീതിങ് ചെയ്യാം. അപ്പം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ചെയ്തു പോകുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഇത് ചെയ്തു ഇങ്ങനെ പോകണമെന്ന് ആഗ്രഹമുള്ളവർ മൈൻഡിൽ ഞാൻ നിലവിൽ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് മൈൻഡിൽ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുക, നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ഇത് ചെയ്യണമെന്ന് തോന്നുന്ന നിമിഷങ്ങളൊക്കെ നമ്മളത് സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നു. എങ്കിൽ മാത്രമേ നമുക്ക് അത് അടുത്ത പ്രാവശ്യം, ഇപ്പം ചെയ്യാനാണെങ്കിലും അടുത്ത പ്രാവശ്യം ചെയ്യാനാണെങ്കിലും നമുക്ക് ആ സാഹചര്യം വരുമ്പോൾ ഞാൻ ഏത് സമയമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ സമയത്ത് ഞാനത് ചെയ്യുന്നു. മെഡിറ്റേഷൻ ചെയ്യുന്നു, ബ്രീത്തിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം ഇത് ക്രിയേഷൻ പവറാണ് നമുക്ക് ജീവിതത്തിൽ തന്നെ
ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടൊരു ഘടകം. അപ്പോൾ അത്രയും വാല്യൂ ഉണ്ട് അതിൽ. അതുകൊണ്ടാണ് ഈ പറയുന്നത്. ഞാൻ എൻ്റെ ഈ ഒരു ലൈഫിൽ പിടിച്ചിരിക്കണ തന്നെ ആ ഒരു ഇതില മറ്റുള്ളവരുടെ കൂട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾക്ക് മറ്റുള്ളവരുടെ സ്വഭാവങ്ങളൊന്നും നമ്മളെ ബാധിക്കില്ല. അതുകൊണ്ടാണ് ആ ക്രിയേഷൻ പവർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണമെന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച്.